സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ വീഴാതിരിക്കുവാൻ മാവേലിയുമായി ബോധവൽക്കരണത്തിനിറങ്ങി ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ്. കോട്ടച്ചേരിയിലെ നഗരസേനാ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. പൊതുജനങ്ങൾ സൈബർ തട്ടിപ്പിനിരയാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വേറിട്ടതും ശ്രദ്ധേയവുമായ ബോധവൽക്കരണവുമായി ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് രംഗത്തിറങ്ങിയത്. ഓണക്കാലമായതിനാൽ മാവേലിയുമായി നഗരത്തിലിറങ്ങി ഇവർ നൽകിയ ബോധവൽക്കരണം പൊതുജനം വളരെയധികം ആകാംക്ഷയോടെ കാണുകയും കേൾക്കുകയും ചെയ്തു. കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു. ലിങ്കുകൾ ഓപ്പൺ ചെയ്യുക, അവർ തരുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്ത് തൊട്ടടുത്ത നിമിഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കേസിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിൽ ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ പണം ബ്ലോക്ക് ചെയ്യാന്നതിന് വേണ്ടിയിട്ട് പോലീസിന് പറ്റും എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് 3-4 ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും. നമ്മൾക്ക് ഈ പണം ഹോൾഡ് ചെയ്ത് വെക്കാൻ ഇപ്പോഴും കേരള പോലീസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. അത് എല്ലാം തന്നെ ഈ കുറ്റകൃത്യങ്ങൾ നടന്ന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇത് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ചടങ്ങിൽ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ അധ്യക്ഷനായി. ഒരുപക്ഷെ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പണം ഓൺലൈൻ വഴി, നമ്മുടെ മൊബൈൽ വഴി, ഗൂഗിൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകൾ വഴി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മർച്ചന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ആസിഫ്, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി വി മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വി വി ബിന്ദു നന്ദിയും പറഞ്ഞു. സൈബർ ചതിക്കുഴികളിൽ വീഴാതിരിക്കണമെങ്കിൽ ഫോണിൽ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിനു മുമ്പേ പരിശോധിക്കണമെന്നും ഓൺലൈൻ ഇടപാടിൽ പണം നഷ്ടപ്പെട്ടാൽ 1939 എന്ന നമ്പറിൽ വിളിച്ച് പരാതികൾ രജിസ്റ്റർ ചെയ്യണമെന്നും സംശയാസ്പദമായ കോളുകൾ അറ്റൻഡ് ചെയ്യരുതെന്നും OTP നമ്പർ ആർക്കും കൈമാറരുതെന്നും ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനങ്ങളിൽ വീണുപോകരുതെന്നും അനാവശ്യമായ ലിങ്കുകൾ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യരുതെന്നും സുരക്ഷിതമായ പാസ്വേഡ് ഉപയോഗിക്കണമെന്നും വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കണമെന്നും IMEI നമ്പർ സൂക്ഷിച്ചു വെക്കണമെന്നും ഫോണിലൂടെ അനാവശ്യ ഗെയിമുകളിൽ ഏർപ്പെടാതിരിക്കണമെന്നും ലോൺ ആപ്പുകളിലെ ചതിക്കുഴികളിൽ ജാഗ്രത പാലിക്കണമെന്നും പരിപാടി പ്രത്യേകമായി പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തി. മനസ്സിലാക്കാനും മറക്കാതിരിക്കാനുമായി ഇക്കാര്യങ്ങളെല്ലാം അടങ്ങിയ ലഘുലേഖകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.